എല്ലാവർക്കും വസുദേവ കുടുംബത്തിലേക്ക് സ്വാഗതം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ. ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം സം സരസ്വതിയെ നമഃ. നമ്മൾ നാരായണീയം പഠിക്കുകയാണല്ലോ. ഇന്ന് നമുക്ക് 6ാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം. 6ാമത്തെ ശ്ലോകം ഞാൻ വായിക്കാം. തത്തേ പ്രത്യഗ്രധാരാധരലളിതകളായാവലി കേളികാരം ലാവണ്യസ്യൈകസാരം സുഹൃതിജനദൃശാം പൂർണ്ണപുണ്യാവതാരം ലക്ഷ്മീനിശങ്കലീലാനിലയനമമൃതസ്യന്തസന്തോഹമന്താ സിഞ്ചത്സഞ്ചിന്തകാനാം വപുരനുകലയേ മാരുതാകാരനാഥ. ഇവിടെ ഭഗവാനെ കുറിച്ച് വർണ്ണിക്കുകയാണ്. ഭഗവാന്റെ രൂപത്തെയാണ് വർണ്ണിക്കുന്നത്. ഭഗവാൻ എങ്ങനെയാണെന്നാണ് പറയുന്നത്. പ്രത്യഗ്രധാര. പ്രത്യഗ്രം എന്നാൽ എന്താണ്? പ്രത്യഗ്രം എന്നാൽ പുതിയത്, പുതിയതായ. ധാരാധരം, ധാരയെ ധരിക്കുന്ന. ധാര എന്നാൽ ജലം, ധരിക്കുക, ഉൾക്കൊള്ളുക. ധാരയെ ധരിക്കുന്നത് എന്താണ്? വെള്ളത്തെ ഉൾക്കൊള്ളുന്നത് എന്താണ്? കാർമേഘത്തോടാണ് ഇവിടെ ഭഗവാനെ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഭഗവാൻ എങ്ങനെയാണെന്നാണ് പറയുന്നത്. അതായത് ജലം നിറഞ്ഞു നിൽക്കുന്ന, പെയ്തൊഴിയാൻ കാത്തു നിൽക്കുന്ന കാർമേഘത്തിൻ്റെ രൂപമാണ് ഭഗവാന്. ഇവിടെ ഭക്തജനങ്ങളായിട്ടുള്ള നമ്മൾക്ക്, അതായത് നമ്മളെപ്പോലെയുള്ള സുഹൃതികളായിട്ടുള്ള ആളുകൾക്ക്, അവരെ സംബന്ധിച്ചിടത്തോളം ഭഗവാന്റെ രൂപത്തെ ദർശിക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. അതായത് തീരെ ജലം ലഭിക്കാതെ വറ്റി വരണ്ട് കിടക്കുന്നിടത്ത് പുതിയതായ കാർമേഘം രൂപപ്പെട്ട് അവിടെ അമൃതവർഷം ചൊരിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നു എന്നാണ് ഭഗവാന്റെ രൂപത്തെ കാണുമ്പോൾ ആ സച്ചിന്തകന്മാരായിട്ടുള്ള സുഹൃതികളായിട്ടുള്ള ജനങ്ങൾക്ക് അത്തരത്തിലൊരു ഫീലിംഗ് ആണ് ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. ഇനിയോ, പ്രത്യഗ്രധാരാധര ലളിതകളായാവലി കേളികാരം. ലളിതം എന്നാൽ എന്താണ്? ലളിതം എന്നാൽ സൗന്ദര്യം, ഭംഗി എന്നൊക്കെയാണ്. ലളിതകളായാവലി കേളികാരം, അതായത് ലളിതം എന്നാൽ മനോഹരമായിട്ടുള്ള കായാമ്പൂ. ഭഗവാന്റെ വർണ്ണത്തെ സ്വാഭാവികമായിട്ടും നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. കായാമ്പൂവിൻ്റെ നിറമാണ് ഭഗവാന് എന്നാണല്ലോ പറയാം. ഈ കായാമ്പൂവിൻ്റെ നിറമുള്ള ആ ഭഗവാനെ എങ്ങനെയാണെന്നാ പറയുന്നത്? ആവലി, കായാമ്പൂവിൻ്റെ കൂട്ടം. ആ ഒരു കായാമ്പൂവിൻ്റെ കൂട്ടത്തിൻ്റെ അതിനെപ്പോലും കളിയാക്കുകയാണ്. എന്തു പറഞ്ഞ്? അതിനേക്കാൾ അതിസുന്ദരനാണ് ഭഗവാൻ എന്ന് പറഞ്ഞുകൊണ്ട്. ലാവണ്യസ്യ ഏകസാരം. ലാവണ്യം എന്നാൽ ഭഗവാന്റെ ഭംഗി. ഏകസാരം, അതായത് ഇതെല്ലാം ചേർന്നാൽ ഉണ്ടാകുന്ന, ഒറ്റക്കെട്ടായിട്ട് നിൽക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു ഭംഗി, അതാണ് ഭഗവാനുള്ളത്. സുഹൃതി ജനദൃശാം. സുഹൃതികളായിട്ടുള്ള ജനങ്ങൾ, ദൃശാം എന്നാൽ ദർശിക്കുമ്പോൾ, കാണുമ്പോൾ. പൂർണ്ണ പുണ്യാവതാരം, അതായത് എല്ലാം തികഞ്ഞ പുണ്യത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള അവതാരമായിട്ടുള്ള ഭഗവാനെ ദർശിക്കുമ്പോൾ ഏതുപോലെയാണ് ഭഗവാൻ? അതായത് കായാമ്പൂവിൻ്റെ കൂട്ടത്തിനേക്കാൾ അതിമനോഹരനാണ് ഭഗവാൻ. അത്രയും ഭംഗിയാണ് ആ ഒരു ഭഗവാന്റെ മനോഹരമായിട്ടുള്ള രൂപത്തെ പറയുന്നത്. അതിശ്രേഷ്ഠനായിട്ടുള്ള, അതായത് സർവപുണ്യങ്ങളും ഒരുമിച്ച് ചേർന്നാൽ എത്ര മനോഹാരിതയുണ്ടാകുമോ അതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള മനോഹരനാണ് ഭഗവാൻ എന്നാണ് പറയുന്നത്. സുഹൃതികളായിട്ടുള്ള ജനങ്ങൾക്ക് അതിമനോഹരനാണ് ഭഗവാൻ. പിന്നെയോ, ലക്ഷ്മീ നിശങ്കലീലാ നിലയനമമൃതസ്യന്ത സന്തോഹമന്ത. അതായത് ലക്ഷ്മി ദേവി, ഐശ്വര്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ദേവതയായിട്ടുള്ള ലക്ഷ്മി ദേവിയുടെ വിളനിലമാണ് ഭഗവാന്റെ മാറിടം. ഈ മാറിടത്തിൽ വസിക്കുന്ന ലക്ഷ്മി ദേവി ഒരു ശങ്കയും കൂടാതെ, ഒരു ആശങ്കയും കൂടാതെ, ഒരു സംശയവും കൂടാതെ അവിടെ ലീലയാടുന്നു. എവിടെ? ഭഗവാന്റെ മാറിടത്തിൽ വിളനിലം. ദേവിയുടെ വിളനിലം എവിടെയാണെന്നാണ് പറയുന്നത്? ഭഗവാന്റെ മാറിടമാണ്. ഇവിടെ കവി പ്രത്യേകിച്ചും എടുത്തു പറയുന്ന ഒരു കാര്യം, എവിടെയാണോ ഭഗവാന്റെ സാന്നിധ്യമുള്ളത് അവിടെ ലക്ഷ്മി ദേവി ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. സൗന്ദര്യമുള്ള എല്ലാ വസ്തുക്കളും ചേർത്ത് വെച്ചാൽ കിട്ടുന്ന ആ രൂപമാണ് ഭഗവാന്റെ. അതുപോലെ പുണ്യങ്ങളെല്ലാം ചേർന്ന് വരുന്ന നമ്മുടെ എല്ലാവരുടെയും, നമ്മൾ ഓരോരുത്തരുടെയും പുണ്യങ്ങളെ ചേർത്ത് വെച്ചാൽ കിട്ടുന്ന രൂപം എന്താണോ അതാണ് ഭഗവാന്റെ രൂപം എന്നാണ് ഇവിടെ പട്ടേരിപ്പാട് പറയുന്നത്.
ഇവിടെ സഞ്ചിന്തകന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. ആരാണ് സഞ്ചിന്തകന്മാർ? സച്ചിന്തകളുള്ളവർ ആരാണോ അവരാണ് സഞ്ചിന്തകന്മാർ. അവരെങ്ങനെയാണ്? സദാ ഭഗവാനെ സ്മരിക്കുകയാണ്. നമ്മളൊക്കെ എന്താണ് ചെയ്യുന്നത്? നമുക്കൊക്കെ ഓരോ സമയങ്ങളുണ്ട്. സന്ധ്യാനേരം, രാവിലെ എഴുന്നേൽക്കുമ്പോൾ, അങ്ങനെ ഓരോ സമയത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ധ്യാനിക്കുന്നത്, അല്ലെ? പക്ഷെ സഞ്ചിന്തകന്മാർ സദാ ഭഗവാനെ അനുസ്മരിച്ചുകൊണ്ടേയിരിക്കുന്നു. അതെങ്ങനെയാ സാധിക്കുക? നമ്മൾ ഈ ലൗകിക ജീവിതത്തിൽ ജീവിക്കുമ്പോൾ നമുക്കത് സാധ്യമാണോ? ഏത് സമയവും ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? അങ്ങനെയല്ല. നമ്മൾ കഴിയുന്നതും, അതായത് നമ്മൾ എന്തൊക്കെയാണോ കാണുന്നത് അതെല്ലാം ഭഗവാൻ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാം പരബ്രഹ്മാണ്. ഇവിടെ കാണുന്നതും കേൾക്കുന്നതുമായ സർവവും പരബ്രഹ്മാണ്. എഴുത്തച്ഛൻ പാടിയിട്ടുള്ള വരികൾ എന്താണ്? യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതതു നാരായണ അർച്ചനകൾ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. എല്ലാം ഭഗവാനാണ്. കാണുന്നതും കേൾക്കുന്നതും ചെയ്യുന്ന പ്രവൃത്തികളും സർവവും ഭഗവാനാണെന്ന് ധരിച്ചാൽ പിന്നെ നമുക്ക് ആരോടും അമിതമായിട്ടുള്ള ദേഷ്യമോ വാശിയോ വൈരാഗ്യമോ ഒന്നും തന്നെ ഉണ്ടാവില്ല. ആരോടും അമിതമായിട്ടുള്ള സ്നേഹവും വേണ്ട, അമിതമായിട്ടുള്ള വാശിയോ ദേഷ്യമോ ഒന്നും തന്നെ വേണ്ട, അല്ലെ? അപ്പോ അങ്ങനെയുള്ള സഞ്ചിന്തകന്മാരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ മനസ്സിൽ അമൃതധാര പോലെയാണ് ഭഗവാൻ ഒഴുകി വരുന്നത്. ഭഗവാനെ കുറിച്ച് ചിന്തിക്കുമ്പോഴെല്ലാം ആ ഒരു അമൃതിന്റെ ഒഴുക്കാണ് വരുന്നത്. എന്താണ്? സിഞ്ചത് സഞ്ചിന്തഗാനാം എന്നല്ലേ പറയുന്നത്. സിഞ്ചത് എന്നാൽ വർഷിക്കുക എന്നാണ്. സഞ്ചിന്തഗാനാം അമൃതസ്യന്ത സന്തോഷം, അതായത് അമൃതിന്റെ ഒഴുക്കാണ് ഉണ്ടാകുന്നത്. അതായത് ഭഗവാനെ കുറിച്ച് സ്മരിക്കുമ്പോഴെല്ലാം സച്ചിന്തകന്മാരായിട്ടുള്ള ആളുകളിലേക്ക് ആ ഒരു അമൃതിന്റെ ഒഴുക്കാണ് അനുഭവപ്പെടുന്നത് എന്നാണ് പറയുന്നത്. വപു എന്നാൽ ശരീരം. അനുകലയെ, അങ്ങനെയുള്ള അങ്ങയുടെ ശുദ്ധസത്വ സ്വരൂപമായിട്ടുള്ള അങ്ങയുടെ ആ ഒരു രൂപത്തെ ഞാൻ ധ്യാനിക്കുന്നു. അനുകലയെ എന്നാൽ ധ്യാനിക്കുന്നു. ഇവിടെ ഭഗവാനെ മാരുതാകാരനാഥ എന്നാണ് പറയുന്നത്. മാരുതൻ ആരാണ്? വായുദേവനാണ്. വായുദേവനാൽ സൃഷ്ടിക്കപ്പെട്ടതാണല്ലോ ഗുരുവായൂർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ശരീരത്തെയാണ് ക്ഷേത്രമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആ ശരീരത്തിനുള്ളിലിരിക്കുന്ന പ്രാണനാണ് ശുദ്ധസത്വ സ്വരൂപമായിട്ടുള്ള ബ്രഹ്മരൂപമായിട്ടുള്ള ഗുരുവായൂരപ്പൻ. ആ നമ്മുടെ ഉള്ളിലെ ആത്മാവിനെയാണ് ഭഗവാനായിട്ട് കണക്കാക്കേണ്ടത്. ആ ഒരു സൂക്ഷ്മാർത്ഥത്തെയാണ് നമ്മൾ ഗ്രഹിക്കേണ്ടത്. ബ്രഹ്മരൂപമാകയാൽ നിരാകാരനാണെങ്കിലും നമ്മുടെ എല്ലാം ഭാഗ്യം കൊണ്ട്, ജനങ്ങളുടെ എല്ലാം ഭാഗ്യം കൊണ്ട് സാക്ഷാത്തായി പ്രകാശിക്കുന്ന ആ ബ്രഹ്മസ്വരൂപം ഗുരുവായൂരിൽ വിളങ്ങുന്നുണ്ട്. അത് ജനങ്ങളുടെ ഭാഗ്യം കൊണ്ടാണ് ആ ഒരു രൂപത്തിലേക്ക് ഭഗവാനെ നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള ഭഗവാന്റെ അകുണ്ഠമായിട്ടുള്ള വൈകുണ്ഠ രൂപത്തെ ദർശിക്കാൻ കഴിയുന്നത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള രൂപത്തിൻ്റെ സൗന്ദര്യത്തെയാണ് ഇവിടെ പട്ടേരിപ്പാട് വർണ്ണിക്കുന്നത്. അങ്ങനെയുള്ള ആ രൂപം കായാമ്പൂവിൻ്റെ വർണ്ണത്തെയും കാർമേഘത്തിൻ്റെ രൂപത്തെയും എല്ലാം പരിഹസിക്കുന്ന തരത്തിലുള്ള സൗന്ദര്യത്തെ ഉൾക്കൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെയുള്ള ഭഗവാന്റെ രൂപത്തെയാണ് ഇവിടെ പട്ടേരിപ്പാട് വർണ്ണിക്കുന്നത്. അതുമാത്രമല്ല, ഭഗവാൻ എങ്ങനെയുള്ളതാണെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആ സൗന്ദര്യത്തെ നമുക്ക് വർണ്ണിക്കാൻ സാധ്യമല്ല. സൗന്ദര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? കാണുമ്പോഴും കേൾക്കുമ്പോഴും ഘ്രാണിക്കുമ്പോൾ പോലും നമുക്ക് സുന്ദരമെന്ന് തോന്നുന്നതെല്ലാം, അല്ലേ? അല്ലെങ്കിൽ ആകർഷകമായിട്ട് തോന്നുന്നത്, ആനന്ദം പ്രദാനം ചെയ്യുന്നതെല്ലാം നമുക്ക് സുന്ദരമാണെന്ന് പറയാം, സൗന്ദര്യമുള്ളതാണെന്ന് പറയാം. ഈ സൗന്ദര്യമെല്ലാം ഒത്തുചേർന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന രൂപമാണ് ഭഗവാന്റെ രൂപം. അതിൻ്റെ എല്ലാം സാരാംശമാണ് ഗുരുവായൂരിൽ പ്രത്യക്ഷമായിട്ടുള്ളത്. ഈ സാരം എന്നാൽ എന്താണ്? അതായത് നെല്ലെടുക്കുകയാണെങ്കിൽ അതിൻ്റെ സാരം എന്താണ്? അരിയാണ്. അതിൻ്റെ പുറമേയുള്ള ഉമി എന്താണ്? നിസ്സാരമാണ്. അപ്പോൾ ആ ഒരു സാരത്തിൻ്റെ സാക്ഷാത്കാരമാണ് ഗുരുവായൂരിൽ പ്രത്യക്ഷ രൂപത്തിൽ വിളങ്ങുന്നത്. ഭഗവാന്റെ ആ സുന്ദര രൂപത്തെ ധ്യാനിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ അമൃതിൻ്റെ ഒഴുക്ക്. അമൃത് എന്നാൽ എന്താണ്? നമ്മുടെ എല്ലാവരുടെയും ദുഃഖങ്ങളെയെല്ലാം ഹനിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് അമൃത്. ആ ഒരു അമൃതത്തിൻ്റെ ഒഴുക്കാണ് നമ്മുടെ ഉള്ളിൽ അനുഭവപ്പെടുന്നത്. ആ ഒരു ആനന്ദാനുഭൂതി നമ്മുടെ 72,000 നാഡികളെയും ശുദ്ധീകരിക്കുന്നു. അതെങ്ങനെയാണെന്നാണ് പറയുന്നത്. യോഗികൾക്ക് കുണ്ടലിനി ശക്തി ഉണരുന്ന കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. യോഗി വര്യന്മാർക്കെല്ലാം ധ്യാന ത്തിലൂടെ കുണ്ടലിനി ശക്തിയെ ഉണർത്താനുള്ള കഴിവുണ്ട്. അത് ഉണരുമ്പോഴുണ്ടാകുന്ന ആ ഒരു ആനന്ദം എപ്രകാരമാണോ ആ പ്രകാരമാണ് ആ സാക്ഷാത്തായിട്ടുള്ള ഭഗവാനെ ദർശിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത്, അല്ലെങ്കിൽ ഉണ്ടാവുക.
അപ്രകാരമുള്ള നിന്തിരുവടിയുടെ ആ വപുസ്സിനെ, ആ ശരീരത്തെ അല്ലെങ്കിൽ ആ രൂപത്തെ ഞാൻ നിരന്തരം അനുകലനം ചെയ്യുന്നു, ഞാൻ നിരന്തരം സ്മരിക്കുന്നു എന്നാണ് ഇവിടെ പട്ടേരിപ്പാട് പറയുന്നത്. അപ്പോൾ ഈ 6ാമത്തെ ശ്ലോകവും നിരന്തരം മനനം ചെയ്യുക. 6 ശ്ലോകം വരെ കൃത്യമായിട്ട് വായിക്കുക, പഠിക്കുക, അതിനെ ദിവസവും പാരായണം ചെയ്യുക. എല്ലാവർക്കും അതിന് സാധ്യമാവട്ടെ, അതിനുള്ള അനുഗ്രഹം ഭഗവാൻ തരട്ടെ. എല്ലാവർക്കും ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ, അല്ലാത്തവർക്കും ഉണ്ടാവട്ടെ. എല്ലാം ഭഗവാനിൽ സമർപ്പിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.